السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب البرية والصلاة والسلام على سيدنا محمد مركز دائرة السلاسل القرآنية ومنبع الهداية الرحمانية وعلى آله وصحبه وتبعه والوارثين لكتاب الله وسلم وبعد. നാം ഇപ്പോൾ ഉള്ളത് അൽ മുഖദ്ദിമഹ് ഫീമാ യജിബു അലാ ഖാരിഇൽ ഖുർആനി അൻ യഅലമഹ് എന്ന ഗ്രന്ഥം, ജസരിയ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അൽ മുഖദ്ദിമഹ് എന്നറിയപ്പെടുന്ന അൽ ഇമാം മുഹമ്മദ് ബിൻ അലി ബിൻ യൂസുഫ് ബിൻ അൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 833 വഫാത്തായ അൽ മുഹഖിഖ് അൽ ഹാഫിദ് അൽ മുത്ഖിൻ ഹുജ്ജത്തുൽ ഖുറാ ഇബ്നുൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മഹത്തായ ഈ ചെറു പദ്യരൂപത്തിലുള്ള ലോക സർവാംഗീകൃത ഗ്രന്ഥമായ മുഖദ്ദിമത്തുൽ ജസരിയയുടെ മൂന്നാമത്തെ ഭാഗത്തിലാണുള്ളത്. ബാബു മഖാരിജിൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന അധ്യായമാണ്. നമുക്കാദ്യം വരികളൊന്ന് ചൊല്ലാം, എന്നിട്ട് ഏറ്റവും ലളിതമായ രൂപത്തിൽ ഒന്ന് വിശദീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. مخارج الحروف 17 على الذي يختاره من اختبر للجوف ألف وأختاها وهي حروف مد للهواء تنتهي ثم لأقصى الحلق همز هاء ومن وسطه فعين حاء أدناه غين خاؤها والقاف أقصى اللسان فوق ثم الكاف أسفل والوسط فجيم الشين يا والضاد من حافته إذ وليا لضراس من أيسر أو يمناها واللام أدناها لمنتهاها والنون من طرفه تحت جعلوا والراء يدانيه لظهر أدخلوا والطاء والدال وتا منه ومن عليا الثنايا والصفير مستكن منه ومن فوق الثنايا السفلى والضاء والذال وثال العليا من طرفيهما ومن بطن الشفة فالفاء مع أطراف الثنايا المشرفة للشفتين الواو باء ميم وغنة مخرجها الخيشوم. مخارج الحروف 17. അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനങ്ങൾ 17 എണ്ണമാണ്. അലല്ലദി യഖ്താറുഹു, അലല്ലദി ഒരു അഭിപ്രായ പ്രകാരം, യഖ്താറുഹു അതിനെയാണ് പ്രബലമാക്കുന്നത്, തെരഞ്ഞെടുത്തിരിക്കുന്നത്, മനിഖ്തബർ അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനത്തെക്കുറിച്ചും ശബ്ദത്തെക്കുറിച്ചുമൊക്കെ നല്ല മാറ്റുരസി അതിൻ്റെ ക്വാളിറ്റികൾ പരിശോധിക്കുന്ന നിപുണരായ പണ്ഡിതന്മാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് 17 എന്നുള്ള അഭിപ്രായമാണ്. ഇവിടെ പ്രസിദ്ധമായ 3 അഭിപ്രായമുണ്ട്. പ്രബലമായത് 17 എണ്ണമാണ്. പിന്നെ 16 എന്ന അഭിപ്രായമുണ്ട്, 14 എന്ന അഭിപ്രായമുണ്ട്. 16 എന്ന് പറയുന്നത് പ്രഗത്ഭരായ പണ്ഡിതരെ തൊട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇമാം ഷാത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി, സീബവൈഹി ഇമാം പോലോത്തവരെ കുറിച്ച് 16 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ 16 എന്ന് പറഞ്ഞാൽ 17ൽ ഒന്നാമത്തെ മഖ്റജായി എണ്ണപ്പെടുന്ന ജൗഫ് എന്നതിലെ 3 അക്ഷരങ്ങളെ വ്യത്യസ്തമായ മഖ്റജുകളിലേക്ക് മാറ്റി മദ്ദിയായ അലിഫിനെയും വാവിനെയും മദ്ദിയല്ലാത്ത യാഇൻ്റെയും വാവിൻ്റെയും മഖ്റജിലേക്കും അലിഫിനെ ഹംസിൻ്റെ മഖ്റജിലേക്കും മാറ്റി ആ ഒന്നാമത്തതിനെ കുറച്ചുകൊണ്ടാണ് 16ആയി മാറുന്നത്. പിന്നെ അതിൽ നിന്ന് വീണ്ടും 2 എണ്ണം കുറയുന്നുണ്ട്. അതിങ്ങനെ ലാം നൂൻ റ ഇതിന് 3 മഖ്റജുകളായിട്ടാണ് ഗണിക്കപ്പെടുന്നതെങ്കിൽ അവിടെ ഇമാം ഖുതുർബ് ജിർമി പോലോത്ത ചില പണ്ഡിതന്മാർ അതിനെ ഒരൊറ്റ മഖ്റജായി ഗണിക്കുന്നുണ്ട്.
അത് ഷാത്തുബിയയിലൊക്കെ ആ അഭിപ്രായം എടുത്തു പറയുന്നതായി കാണാം. അപ്പോൾ 3 മഖ്റജ് ഒന്നായി ചുരുങ്ങി അങ്ങനെ വീണ്ടും 14 ഗണിക്കുന്നവരെ കൂട്ടത്തിൽ തന്നെ വീണ്ടും അത് ചുരുങ്ങി 16 നിന്ന് 14 ചുരുങ്ങുന്നുണ്ട്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും കടന്നു വരാം. അലല്ലദീ യഖ്താറുഹു മൻ ഇഖ്തബർ. ഇവിടെ ഈ 17 മഖ്റജ് എന്ന് പറയുമ്പോൾ അവിടെ 17 മഖ്റജുകൾ കിടക്കുന്നത് വ്യത്യസ്തമായ ഏരിയകളിലായി ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കറിയാം, തൊണ്ടയിൽ നിന്ന് മഖ്റജുകളുണ്ട്, അക്ഷരങ്ങളുണ്ട്, നാവിൽ നിന്നുണ്ട്, തരിമൂക്കിൽ നിന്നുണ്ട്, ചുണ്ടുകളിൽ നിന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ 5 ഏരിയകളിലായിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ ഏരിയയായിട്ട് തിരിച്ച് നോക്കുമ്പോൾ 5 ഏരിയകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ 5 അൽ മഖാരിജുൽ ആമ്മ, 5 പൊതു മഖ്റജുകൾ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ഒന്നാമത്തത് വായയുടെയും തൊണ്ടയുടെയും അന്തരീക്ഷം, ഹവാ ഉൽ ഫമി വൽ ഹൽഖി എന്ന് അറബിയിൽ പറയും. വായയുടെയും തൊണ്ടയുടെയും അന്തരീക്ഷം, അതാണ് ഒന്നാമത്തെ 5-ൽ 1. രണ്ടാമത്തത് തൊണ്ട, മൂന്നാമത്തത് നാക്ക്, നാലാമത്തത് 2 ചുണ്ടുകൾ, അഞ്ചാമത്തത് തരിമൂക്ക്. ഇങ്ങനെ 5 ഏരിയകളിലായിക്കൊണ്ടാണ്, അല്ലെങ്കിൽ 5 അൽ മഖാരിജുൽ ആമ്മ, 5 പൊതു മഖ്റജുകളിലായിക്കൊണ്ടാണ് പ്രത്യേക മഖ്റജുകൾ ഉള്ളത്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് പ്രത്യേകമായ മഖ്റജുകൾ 17 അത് 5 പൊതുവായ മഖ്റജുകൾക്കുള്ളിലായിക്കൊണ്ടാണ്. 5 പൊതുവായ മഖ്റജുകൾ നാം എണ്ണി. വായുടെയും തൊണ്ടയുടെയും അന്തരീക്ഷം, തൊണ്ട, നാക്ക്, 2 ചുണ്ടുകൾ, തരിമുക്കൻ 5 എണ്ണി. ഇനി 17 എണ്ണാൻ പോവുകയാണ്. ലിൽ ജൗഫി അലിഫു വ ഉഖ്താഹാ വഹി ഹുറൂഫു മദ്ദിൽ ലിൽ ഹവാഇ തൻതഹി. ലിൽ ജൗഫി അലിഫുൻ എന്നും അവിടെ പാടാം, ഫഅലിഫുൽ ജൗഫി വ ഉഖ്താഹാ വഹി എന്നും പാടാം. നാം ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കുന്നത്, ആദ്യം മുന്തിക്കുന്നത് ലിൽ ജൗഫി അലിഫുൻ എന്നാണ്. കാരണം നമുക്ക് ഇജാസത്ത് കിട്ടി, നമ്മുടെ സനദിൽ ഉള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഐമൻ സുവൈദ് ഹഫിളഹുല്ലാഹ് ആ രൂപത്തിലാണ് ഇജാസത്ത് തന്നത് എന്നതുകൊണ്ട് അതിനെയാണ് ഇപ്പോൾ മുന്തിക്കുന്നത്. ലിൽ ജൗഫി അലിഫുൻ, ജൗഫിനുള്ള വായുടെയും തൊണ്ടയുടെയും അന്തരീക്ഷം. അപ്പോൾ 17 മഖ്റജുകളുടെ കൂട്ടത്തിൽ ഒന്നാമനാര് തന്നെയാണ്? നമ്മിൽ 5-ൽ ഒന്നാമനായി എണ്ണിയ ജൗഫ്, വായുടെയും തൊണ്ടയുടെയും അന്തരീക്ഷമുണ്ടല്ലോ, അത് തന്നെയാണ് 17-ലെയും ഒന്നാമത്തെ മഖ്റജ് കിട്ടി. ലിൽ ജൗഫി, വായുടെയും തൊണ്ടയുടെയും അന്തരീക്ഷത്തിനുണ്ട്. ലിൽ ജൗഫി അലിഫുൻ, അലിഫുണ്ട്, അലിഫ് എന്ന അക്ഷരമുണ്ട്. വഖ്താഹ, 2 സഹോദരികളുമുണ്ട്. ആരാണ്? വഹിയ ഹുറൂഫു മദ്ദീൻ, മദ്ദക്ഷരങ്ങളായ ബാക്കി 2 ആളുകളാണ്. ആരാണ്? സുക്കൂനുള്ള വാവ്, ദമ്മിൻ്റെ ശേഷമുള്ള സുക്കൂനുള്ള വാവ്, അതേപോലെ കെസ്റിൻ്റെ ശേഷമുള്ള സുക്കൂനുള്ള യാ. ഈ 2 മദ്ദക്ഷരങ്ങളും അലിഫും തൊണ്ടയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഹുറൂഫു മദ്ദിൽ ലിൽ ഹവാഇ തൻതഹി. ഈ മദ്ദക്ഷരം എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്ത്യം കിടക്കുന്നത് വായുടെയും തൊണ്ടയുടെയും അന്തരീക്ഷത്തിലാണ്. ഹവാ ഉൽ ഫമി വൽ ഹൽഖി, വായുടെയും തൊണ്ടയുടെയും അന്തരീക്ഷത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശബ്ദം ഒരു അവസാനത്തിൽ നാം മദ് അവസാനിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് അഫ്വാജ എന്ന് നിർത്തുകയാണെങ്കിൽ അത് ഒന്നുകൂടി വ്യക്തമാകും. അഫ്വാജ ജ, കണ്ടില്ലേ, എവിടെയും തട്ടാതെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ അവിടെ തട്ടിക്കുന്നത് തെറ്റാണ്, അതുകൂടി മനസ്സിലാക്കണം. അഫ്വാജ എന്ന് ഹംസൻ്റെ മഖ്റജിൽ ടച്ച് ചെയ്യിക്കുന്നത് തെറ്റാണ് എന്നിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിൽ ഹവാഇ തൻതഹി, ഇതിൻ്റെ ചെന്നെത്തുന്നത്, ഇതിൻ്റെ അന്ത്യം കിടക്കുന്നത് എങ്ങനെയായിരിക്കും? അലിഫിൻ്റെ ലിൽ ഹവാഇ തൻതഹി, വായുടെയും തൊണ്ടയുടെയും അന്തരീക്ഷത്തിലാണ്. ثم لأقصى الحلق همز هاء, രണ്ടാമത്തെ മഖ്റജാണ്. ثم لأقصى الحلق, പിന്നെ രണ്ടാമത്തത് അഖ്സൽ ഹൽഖി, തൊണ്ട അതിൻ്റെ താഴെ അറ്റം. അപ്പോൾ തൊണ്ടയുടെ താഴെ അറ്റം. ഫഹംസുൻ ഹാഉ, അവിടെ നിന്ന് പുറപ്പെടുന്നത് ഹംസയും ഹാഉമാണ്. ഹംസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അ ഇ ഉ, അ ഇ ഉ ബ, അല്ലെങ്കിൽ അ ഇ ഉ എന്ന സ്വരത്തിലുള്ള ഹംസ അവിടെ ടച്ച് ചെയ്യും, മഖ്റജിൽ തൊണ്ടയുടെ താഴെ അറ്റത്ത് ടച്ച് ചെയ്യും. അപ്പോൾ അതാണ് അവിടെ അമർത്തി വെക്കും, ഇഅ്തിമാദുണ്ടാകും. സുമ്മ ലി അഖ്സൽ ഹൽഖി, തൊണ്ടയുടെ അങ്ങേ അറ്റത്തിൽ നിന്ന് ഫഹംസുൻ ഹാഉ, അതാണ് രണ്ടാമത്തെ മഖ്റജ്. അക്ഷരം എത്ര എണ്ണം കിട്ടി? 2 എണ്ണം. ഇനി മൂന്നാമത്തെ മഖ്റജ് വമിൻ വസതിഹി ഫഐനുൻ ഹാഉ. വമിൻ വസതിഹി എന്ന് പറഞ്ഞാൽ ഹൽഖിൻ്റെ, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഫഐനുൻ ഹാഉ, ഐൻ ഹ എന്നീ 2 അക്ഷരങ്ങളാണ്. ഐൻ ഹ എന്നീ 2 അക്ഷരങ്ങളാണ്. മൂന്നാമത്തെ മഖ്റജും പറഞ്ഞു, അതിൻ്റെ അക്ഷരവും പറഞ്ഞു. വമിൻ വസതിഹി
സുമ്മ ലിവസ്തുഹി ഫഅയിനുൻ ഹഉ എന്നും ചൊല്ലാവുന്നതാണ്. ഇമാം അവർകളെ തൊട്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ് നാം ഇപ്പോൾ ചൊല്ലുന്നത്. വമിൻ വസത്തുഹി എന്നാണ്. അതാണ് ഐമൻ സൊയ്ദ് ഹഫദഹുല്ലാ തങ്ങൾ അവർകളിൽ നിന്ന് കിട്ടിയ സനദ് പ്രകാരമാണ് ഇപ്പോൾ നാം മുന്തിച്ച് ചെല്ലുന്നത്. വമിൻ വസത്തുഹി ഫഅയിനുൻ ഹഉ അദ്നാഹു ഗൈനുൻ ഖാഉഹ. അദ്നാഹു എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ മേലെ അറ്റം എന്ന് പറഞ്ഞാൽ വായയിലേക്ക് അടുത്തത്. അദ്ന എന്ന് പറഞ്ഞാൽ അടുത്തതിലെ. അദ്നാഹു തൊണ്ടയിൽ നിന്ന് തന്നെ വായയിലേക്ക് പുറംഭാഗത്തേക്ക് അടുത്തത്, അതാണ് തൊണ്ടയുടെ മേലെ അറ്റം. ഫഗൈനുൻ ഖാഉ ഗൈൻ ഖാ ഗൈൻ ഖാ ഈ 2 അക്ഷരങ്ങളാണ്. അപ്പോൾ മഖ്റജുകൾ എത്രയായി? തൊണ്ടയിൽ നിന്നുള്ള 3 മഖ്റജ് എണ്ണി, പിന്നെ ജൗഫും എണ്ണി, അങ്ങനെ 4 മഖ്റജുകളായി. അദ്നാഹു ഗൈനുൻ ഖാഉഹ. വൽ ഖാഫു മുബ്തദയാണ്, അവിടുന്ന് പിന്നെ തുടങ്ങുകയാണ് ഖാഫിൻ്റെ മഖ്റജ്. വൽ ഖാഫു അഖ്സൽ ലിസാനി ഫൗഖു. വൽ ഖാഫു, ഖാഫ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഖാഫിൻ്റെ മഖ്റജ്. വൽ ഖാഫു അഖ്സൽ ലിസാനി, നാവിൻ്റെ അങ്ങേയറ്റം ഏറ്റവും ഉൾവശം, നാവിൻ്റെ മുരട്. അപ്പോൾ അതാണ് നാവിൻ്റെ മുരട്. നാവിൻ്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉൾവശം, അതാണ് മുരട്. അപ്പോൾ നമ്മൾ മഖ്റജ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ പോരുന്ന ഓർഡർ എങ്ങനെയെന്ന് എന്നത് മനസ്സിലായി കാണും. ഉൾവശത്തിൽ നിന്നും പുറത്തേക്കാണ് ഇപ്പോൾ മഖ്റജുകളുടെ ഓർഡർ വന്നിരിക്കുന്നത്. നാം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഖാരിജിൻ്റെ ഓർഡർ എന്തുകൊണ്ട് അങ്ങനെ ആക്കുന്നു? ശബ്ദം ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഓർഡറിൽ മഖാരിജിൻ്റെ ഹറൂഫ് വിശദീകരിക്കുന്നത്. വളരെ വ്യക്തമാണ്. അങ്ങനെ വരുന്ന സമയത്ത് തൊണ്ട കഴിഞ്ഞ് പിന്നെ കണ്ടുമുട്ടുന്നത് നമ്മൾ ഖാഫിൻ്റെ മഖ്റജിനെയാണ്. വൽ ഖാഫു അഖ്സൽ ലിസാനി ഫൗഖു, നാവിൻ്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിൻ്റെ മാംസള ഭാഗത്ത് വെച്ച്. ആ മാംസള ഭാഗമാണ് ഈ മേലെ അണ്ണാക്കിൻ്റെ തന്നെ മുകൾ ഭാഗം എന്ന് പറയുന്നത്. ഫൗഖു എന്ന് പറഞ്ഞാൽ മേൽഭാഗം. അപ്പോൾ ഒരു മേലെയും താഴെയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. കാരണം താഴെയുള്ള അക്ഷരം ശേഷം പറയുന്നുണ്ട് കാഫാണ്. അപ്പോൾ ഈ നാവിൻ്റെ മുരട് തന്നെ വെക്കുന്ന സ്ഥലം 2 സ്ഥലമുണ്ട്. ഒരു മുകൾ ഭാഗവും ഉണ്ട്, ഒരു താഴ് ഭാഗവും ഉണ്ട്. അതല്ല മേലെ അണ്ണാക്കിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ വിരലൊക്കെ ഉള്ളോട്ടിട്ടാൽ അറിയാം. ഉൾവശത്തേക്ക് വിരലിട്ടാൽ ഒരു മാംസള ഭാഗമുണ്ട്, മൃദുലമായ ഭാഗം, അതാണ് മേൽഭാഗം എന്ന് പറയുന്നത്. ഫൗഖു മേൽഭാഗം. അവിടെ അപ്പോൾ നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കിൻ്റെ മാംസള ഭാഗവും ഖാഫാണ്. ഖാഫ്. വൽ ഖാഫു അഖ്സൽ ലിസാനി ഫൗഖു. ഇനി പറയുന്നത് വൽ കാഫു. അപ്പോൾ വൽ ഖാഫു അഖ്സൽ ലിസാനി ഫൗഖു സുമ്മൽ കാഫു അസ്ഫലു. അതാണ് പിന്നെ കാഫിൻ്റെ മഖ്റജ് പറയുന്നത്. അടുത്ത മഖ്റജ് പിന്നെ പുറത്തേക്ക് വരുമ്പോൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ എത്ര മഖ്റജായി? തൊണ്ടയുടെ 3ഉം നാവിൻ്റെ മുരട്ട് നമ്മൾ ഖാഫ് പറഞ്ഞു, അങ്ങനെ 4ഉം, പിന്നെ ആദ്യത്തെ 1ാമത്തെ ജൗഫ്, അങ്ങനെ 5 മഖ്റജ് പറഞ്ഞു. ഇനി 6ാമത്തേതാണ് സുമ്മൽ കാഫു അസ്ഫലു. പിന്നെ കാഫാണ് അസ്ഫലു, താഴ്ഭാഗം. അപ്പം കാഫ് നാവിൻ്റെ മുരട് തന്നെയാണ്, പക്ഷേ വെക്കുന്നത് ഖാഫിനേക്കാൾ ഒരല്പം താഴോട്ടാണെന്ന് പറഞ്ഞാൽ ഒരല്പം മുന്നോട്ട്. അല്പം നമ്മുടെ ചുണ്ടിൻ്റെ വശത്തേക്ക് നോക്കുമ്പോൾ ചുണ്ടിൻ്റെ വശം പരിഗണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പുറം വശത്തേക്ക്, അതാണ് താഴോട്ടെന്ന് പറയുന്നത്. ഒരല്പം ഖാഫിനേക്കാൾ കുറച്ച് താഴ്ഭാഗത്തായിക്കൊണ്ടാണ് നാവിൻ്റെ മുരട് വെക്കേണ്ടത്. സുമ്മൽ കാഫു അസ്ഫലു. അങ്ങനെ നാം എത്ര മഖ്റജ് പറഞ്ഞു? 5 മഖ്റജ്. 6ാമത്തെ ഖാഫിൻ്റെ മഖ്റജും പറഞ്ഞു. ജമീൽ. ഇനി 7ാമത്തത് വൽ വസ്തു, നാവിൻ്റെ മധ്യഭാഗത്ത് നിന്ന്. വൽ വസ്തു, വസ് എന്ന് സീനോട് പറയുന്ന വസ് എന്ന് സ്വാദാവാൻ പാടില്ല. വൽ വസ്തു, നാവിൻ്റെ മധ്യത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഫജീമുഷീനുയ, നാവിൻ്റെ മധ്യവും മേലെ അണ്ണാക്കും എന്ന് പറഞ്ഞാൽ മതി. ചില ആളുകൾ മേലെ അണ്ണാക്കിൽ വെച്ച് എന്ന് പറഞ്ഞു പോവാറുണ്ട്. അങ്ങനെ പറയേണ്ടതില്ല. കാരണം ജീം എന്ന് പറയുമ്പോൾ മേലെ അണ്ണാക്കിൽ വെക്കുന്നുണ്ട്, പക്ഷേ ഷീൻ യാ ഐ അഷ് പറയുമ്പോൾ അണ്ണാക്കിൽ വെക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നാവിൻ്റെ മധ്യവും മേലെ അണ്ണാക്കും എന്ന് പറഞ്ഞാൽ മതി. വൽ വസ്തു ഫജീമുഷീനുയ. അങ്ങനെ 7ാമത്തെ മഖ്റജും പറഞ്ഞു. ഇനി 8ാമത്തെ മഖ്റജ് വൽ വസ്തു ഫജീമുഷീനുയ വല്ലാദു മിൻ ഹാഫതിഹി ഇദ് വലിയൽ അദ്റാസ എന്ന് തന്നെ മനസ്സിലാക്കണം കേട്ടോ. അൽ-അദ്റാസ് എന്നുള്ള അടുത്ത വരീൻ്റെ ആദ്യത്തിലാണ് ഉള്ളത് എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഈ ബന്ധം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത്. വല്ലാദു
മിൻ ഹാഫതിഹി ഇദ് വലിയൽ അദ്റാസ എന്നാണ്. പക്ഷെ ബെയ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത വരി തുടങ്ങുമ്പോൾ ലദ്റാസ മിൻ ഐസറ ഔ യുംനഹ എന്നാണ് ചൊല്ലുക. ഇപ്പോൾ വല്ലാദ് എന്ന അക്ഷരം പുറപ്പെടുന്ന എവിടെ നിന്നാണ്? വല്ലാദു മിൻ ഹാഫതിഹി, മിൻ ഹാഫത്തല്ല, ശബ്ദില്ലാതെ ഹാഫതിഹി, നാവിൻ്റെ അരുവശത്ത് നിന്നാണ് പുറപ്പെടുന്നത്. അരുവശത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് മനസ്സിലാക്കണം. അരുവശത്തിൻ്റെ ആദ്യ ഭാഗം, അരുവശം ഉൾവശത്തിന് ഇങ്ങനെ തുടങ്ങി നാവിൻ്റെ അറ്റത്തേക്ക് വരുമ്പോൾ അരു എന്ന് പറഞ്ഞാൽ എന്നാണ്? ഈ ഭാഗമാണ്, ഈ ഭാഗങ്ങളാണ് അരു. ഇതാണ് ഒരു ചുമരിലേക്ക് നാവിനെ എങ്ങനെ ചെരിച്ചങ്ങ് വീശിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചലിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചുമരിലേക്ക് മുട്ടുകയാണെങ്കിലുള്ള ആ പ്രതലത്തിനാണ് അരു എന്ന് പറയുന്നത്. മിൻ ഹാഫതിഹി, നാവിൻ്റെ അരുഭാഗം, മിൻ ഹാഫതിഹി, നാവിൻ്റെ അരുഭാഗത്ത് നിന്നാണ് വാദ് പുറപ്പെടുന്നത്. ഇദ് വലിയൽ അദ്റാസ, ഇദ് വലിയൽ അദ്റാസ, ഇദ് വലിയ എന്ന് വെയ്ത്തിലുണ്ടാകും, പക്ഷേ അത് വലിയ എന്നേ ഉള്ളൂ. വെയ്ത്തിന് വേണ്ടിയിട്ടാണ് ആ അലിഫ്. അപ്പം ഇദ് വലിയ, ഈ നാവിൻ്റെ ഹാഫത്ത് അടുത്താൽ എന്തിനോട്? അൽ അദ്റാസ, മേലെ അണപ്പല്ലുകളോടടുത്താൽ. ഏതായി അണപ്പല്ലുകൾ? അണപ്പല്ലുകളുടെ ഭിത്തിയിൽ ചേർത്ത്. നാവിൻ അരുവിന മേലണപ്പല്ലുകൾ ഭിത്തിയിൽ വെച്ചാൽ വാദാണ്. നമുക്കിതിൻ്റെ മഹാരിജിൻ്റെ എല്ലാത്തിൻ്റെയും പാട്ടുണ്ട് വളരെ സരളമായിട്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം വരികളൊക്കെ കഴിഞ്ഞ ശേഷം അവസാനം പാടാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ വാദു പുറപ്പെടുന്നത് മിൻ ഹാഫതിഹി, നാവിൻ്റെ അരുവശത്തിൽ നിന്നാണ്. ഇദ് വലിയ, ഈ അരുവശം അടുത്താൽ എന്തിനോട്? അൽ അദ്റാസ, മേലെ അണപ്പല്ലുകളോടെന്ന് പറഞ്ഞാൽ അണപ്പല്ലുകളുടെ ചുവർ ഭാഗം, ഭിത്തി ഭാഗത്തിനോട് ചേർന്നാൽ. അപ്പോൾ നാവിൻ്റെ അരു മേലെ അണപ്പല്ലുകളുടെ ഭിത്തിയിൽ ചേർത്ത് വെച്ച് വാദ്. അപ്പോൾ ഇടത്തു വശത്ത് നിന്നും പറയാം, വലത്തു നിന്നും പറയാം. മിൻ ഐസറ ഔ യുംനഹ, മിൻ ഐസറ, ഈ അദ്റാസ് മേലെ അണപ്പല്ലുകളാണ്, താഴെയല്ല. മേലെ അണപ്പല്ലുകളാണ്, 4 അണപ്പല്ലുകളുമാണ്. മേലെ അണപ്പല്ലുകളുമാണ്, 4 അണപ്പല്ലുകൾ. അത് തന്നെ ഇടത്തു വശത്തുള്ള അണപ്പല്ലുകളുടെ ഭിത്തിയിലേക്കും നാവിനെ ചേർത്ത് വെക്കാം. മീൻ ഐസറ, ഇടത്തു വശത്തുള്ള, ഔ യുംനഹ, വലത്തു വശത്തുള്ള അണപ്പല്ലുകളോടും ചേർത്ത് വെക്കാം. വൽ ഐസറു, ഇടത് ഭാഗമാണ് ഏറ്റവും എളുപ്പം അധികം ആളുകൾക്കും. വ്യക്തമല്ലേ? അപ്പോൾ 2 വശത്തുള്ള ഏതെങ്കിലും ഒരു അണപ്പല്ലുകൾ 4 അണപ്പല്ലുകളുടെ ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് വാദ്. ഇനി ഏതാണ് അണപ്പല്ലുകൾ എന്ന് ചുരുക്കി ഇവിടെ ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പല്ലുകളെക്കുറിച്ച് ഇപ്പോൾ ചെറുങ്ങനെ വിശദീകരിക്കുകയാണ്. പല്ലുകളെ വിശദീകരിക്കാൻ 32 പല്ലുകളാണ് ഉള്ളത് അല്ലേ? എല്ലാ പല്ലുകളും പരിഗണിക്കുമ്പോൾ 32 പല്ലുകൾ. നമ്മൾ സാധാ സംസാരത്തിലൊക്കെ പറയുന്ന 32 പല്ലുകൾ നമുക്ക് ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 4 ഭാഗമാക്കി പാർട്ടാക്കി തിരിക്കുകയാണ്. ഒന്ന് താഴ്ഭാഗം, 2 മേൽഭാഗം. ഇപ്പോൾ താഴ്ഭാഗം മേൽഭാഗം എന്ന് തന്നെ ഉള്ളതിനെ വലത് ഇടത്ത് എങ്ങനെ 2 പാർട്ടാക്കി തിരിക്കുകയാണ്. അപ്പോൾ എത്രയായി? 4. അപ്പം താഴ്ഭാഗം മേൽഭാഗം അത് തന്നെ വലത്ത് ഇടത്ത്. അതിൽ ഒരു പാർട്ട് മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം മേലെ ഭാഗത്തുള്ള വലത് ഭാഗം മാത്രം, മേലെ ഭാഗത്തിന് ഇന്ന് തന്നെ വലതിനെ മാത്രം ആണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഓരോന്നും എണ്ണുമ്പം ഇൻറ്റു 4 എണ്ണിയാൽ വളരെ കൃത്യമായിട്ടും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം മേലെ ഭാഗം താഴെ പരിഗണിക്കുന്നില്ല, അതിൻ്റെ തന്നെ വലത് ഭാഗം മാത്രം പരിഗണിക്കുന്നു. അപ്പം 4 ഭാഗമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് എന്നർത്ഥം. അന്ന് തുടങ്ങാം. ആദ്യമായിട്ട് മുൻപല്ലുകളല്ല, മുൻപല്ല് ഇൻറ്റു 4 ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉളിപ്പല്ലിൻ്റെ താഴ്ഭാഗം ഒരു വീതിയുള്ള മൂർച്ചയായിരിക്കും. അപ്പം മുൻപല്ല് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഉൾവശത്തേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത് ഉളിപ്പല്ല് ആശാരിമാരോട് ഉളിയൊക്കെ കണ്ടവരുണ്ടാവും. ഇപ്പം ന്യൂ ജനറേഷനോട് ഒരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളണം എന്നില്ല. അപ്പോൾ ഈ ഉളി എന്ന് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഉളിൻ്റെ രൂപം എങ്ങനെയാണ്? താഴ്ഭാഗം പരന്ന മൂർച്ചയായിരിക്കും. താഴ്ഭാഗം പരന്ന മൂർച്ച, ആ രൂപത്തിലുള്ള പല്ലാണ് ഉളിപ്പല്ല്. അതുകൊണ്ടാണ് ആ പേരതിന് കൊടുത്തത്. അപ്പോൾ മുൻപല്ല്, അത് കഴിഞ്ഞിട്ട് ഉളിപ്പല്ല്, ഇതൊന്നും പല്ലുകൾ എന്നല്ല പറയുന്നത്. കാരണം നമ്മൾ ഒരു 4 ഭാഗത്തിന് മാത്രമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അപ്പോൾ മുൻപല്ല് ഇൻറ്റു 4 ഉളിപ്പല്ല് ഇൻറ്റു 4. അത് കഴിഞ്ഞിട്ട് തേറ്റപ്പല്ല്, അതിൻ്റെ താഴ്ഭാഗം കൂർത്തതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ചിരിപ്പല്ല്. ഇതൊന്നും പല്ലുകൾ എന്നല്ല ഇപ്പോൾ പറയുന്നത്, കാരണം 4 ഭാഗം മാത്രമാണ് നാം പരിഗണിക്കുന്നത്. അപ്പോൾ ഓരോന്നെണ്ണുമ്പോൾ ഇൻറ്റു 4 എന്ന് ഗണിക്കണം. അപ്പോൾ മുൻപല്ല്,
ഉളിപ്പല്ല്, പിന്നെ തേറ്റപ്പല്ല്, പിന്നെ ചിരിപ്പല്ല്. ചിരിക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് കാണും, അല്ലെങ്കിൽ കാണൂല, അതാണ് ചിരിപ്പല്ല്. അപ്പം മുൻപല്ല്, ഉളിപ്പല്ല്, തേറ്റപ്പല്ല്, ചിരിപ്പല്ല്, 4 പല്ലുകളായില്ലേ? ഈ 4 പല്ല് കഴിഞ്ഞാൽ പിന്നെ 3 ആസും പല്ലുകളുണ്ട്. 3 ആസും പല്ലുകൾ അല്ലെങ്കിൽ അരപ്പല്ലുകൾ, 3 അരപ്പല്ലുകൾ. അതും ഇൻറ്റു 4 ആയിട്ട് ഗണിക്കണം. അപ്പം 3 ഇൻറ്റു 4 ആകുമ്പോൾ എത്രയായി? 3 6 6 6 12. 12 പല്ലുകൾ എത്രയുണ്ട്? എവിടെയുണ്ട്? ഈ അരപ്പല്ലുകളായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ വാദിൻ്റെ മഹ്റിൽ പറയുന്ന അണപ്പല്ലുകൾ, ഇവിടെ ഈ ചിരിപ്പല്ലും 3 ആസും പല്ലുകളും ചേർന്നിട്ടുള്ള 4 പല്ലുകളെക്കുറിച്ചാണ് നമ്മൾ അണപ്പല്ലുകൾ, അദ്റാസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തൊരു പല്ല് കൂടി ഉണ്ട്, അതാണ് കോട്ടുപല്ല്. അതാണ് കോട്ടുപല്ല്. അപ്പോൾ അതിനെയും ഇൻറ്റു 4 നമുക്ക് ഗുണിക്കാം. അപ്പോൾ 4 മുൻപല്ല് ഇൻറ്റു 4, പിന്നെ ഉളിപ്പല്ല് ഇൻറ്റു 4, തേറ്റപ്പല്ല് ഇൻറ്റു 4, പിന്നെ ചിരിപ്പല്ല് ഇൻറ്റു 4. അപ്പം 4 ഇൻറ്റു 4 16, പിന്നെ 3 ഇൻറ്റു 4 എത്രയാണ്? 12. ഈ 12ഉം 16ഉം 28. അതിലേക്ക് അവസാനത്തെ 4 കോട്ടുപല്ലുകൾ കൂടി ചേർത്താൽ, 4നെയും കൂടി ചേർത്താൽ എത്രയായി? 32. ഇങ്ങനെ പല്ലുകൾ ഇതിൻ്റെ ഇടയിലായിട്ട് അതുകൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പോൾ 4 അണപ്പല്ലുകളുടെ ഭിത്തിയിൽ വെച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ചിരിപ്പല്ലും 3 അരപ്പല്ലുകളുടെയും ഭിത്തി ഭാഗത്ത്, മേലെ ഭാഗത്തുള്ള ഭിത്തി ഭാഗത്ത് വെച്ചുകൊണ്ടാണ്, ചോറ് ഭാഗത്ത് നാവിൻ്റെ അറിവിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് വാദ് ഉച്ചരിക്കേണ്ടത്.